നമസ്കാരം. ഏതാണ്ട് 2 ലക്ഷത്തോളം യോഗങ്ങളാണ് RSS ബംഗാളിൽ വോട്ടർമാർക്ക് വേണ്ടി 250 മണ്ഡലങ്ങളിലായി സംഘടിപ്പിച്ചത്. 100, 1000, 10,000 ഒന്നുമല്ല, 2 ലക്ഷം. വിദ്യാർത്ഥികൾക്കിടയിൽ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത്, ഗോത്ര ഹിന്ദുക്കൾക്കിടയിൽ വനവാസി കല്യാണാശ്രമം, തൊഴിലാളികൾക്കിടയിൽ ഭാരതീയ മസ്ദൂർ സംഘ് തുടങ്ങി 14ഓളം സംഘപരിവാർ സംഘടനകൾ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി പ്രവർത്തിച്ചിരുന്നു. ബംഗാളിലെ അതിർത്തി ജില്ലകളിൽ മാത്രം സീമന്ത ചേതന മഞ്ച് എന്ന സംഘപരിവാർ പ്രസ്ഥാനത്തിനാണ് ദേശീയ സുരക്ഷയുടെ പ്രാധാന്യം ഹിന്ദുക്കളെ ബോധവൽക്കരിക്കാൻ ചുമതലയുണ്ടായിരുന്നത്. ലോക്മത് പരിഷ്കാർ യോഗങ്ങൾ എന്ന പേരിൽ ഒരു മണ്ഡലത്തിൽ ഏറ്റവും കുറഞ്ഞത് 700 യോഗങ്ങൾ എന്ന കണക്കിലാണ് ബംഗാളിൽ RSS ഈ യോഗങ്ങളൊക്കെ നടത്തി വിജയിപ്പിച്ചത്. ഈ യോഗങ്ങൾക്ക് പുറമെ ക്ഷേത്രങ്ങളിൽ, കവലകളിൽ, എന്തിന് ചായക്കടകളിൽ പോലും RSSന്റെ പ്രചാരകന്മാർ ബംഗാളികളുമായി നിരന്തരം ചെറിയ ചെറിയ കൂടിക്കാഴ്ചകൾ നടത്തുകയും ആശയപ്രചരണം നടത്തുകയും ചെയ്തു. വീടുകൾ തോറും കയറിയിറങ്ങി ഹിന്ദുക്കളിൽ വോട്ട് ചെയ്യാൻ ആത്മവിശ്വാസവും ധൈര്യവും നൽകിയത് RSS ആണ്. ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം അതാത് പ്രദേശങ്ങളിലെ ഡെമോഗ്രാഫിയെ എങ്ങനെ തകിടം മറിക്കും, അതുവഴി സമ്പത്തും നിലനിൽപ്പും എങ്ങനെ ഭീഷണിയിലാകും എന്നൊക്കെ വ്യക്തമായി ബംഗാളി ഹിന്ദുക്കളെ പറഞ്ഞു ബോധ്യപ്പെടുത്തി എല്ലാ ജാതി സമവാക്യങ്ങൾക്കുമുപരി ഹിന്ദു ഏകീകരണം സംഭവിച്ചത് ഈ പ്രവർത്തനം വഴിയാണ്. അതിൻ്റെ ഫലമായി ഉണ്ടായതാണ് ബംഗാളിലെ ആരംഭത്തിൽ തന്നെ ഉയർന്ന പോളിംഗ്. അതിൻ്റെ പിന്നിലുള്ള ബുദ്ധികേന്ദ്രം എന്താണെന്നറിയാമോ? പെഹലെ മന്ധാൻ ഫിർ ജൽപാൻ എന്നായിരുന്നു ബംഗാളികളുടെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം. അവർ അത് പുറത്ത് പറഞ്ഞ് പ്രചരിച്ചതൊന്നുമല്ല, ഉള്ളിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന രഹസ്യമാണ്. ഒരു മന്ത്രം പോലെ ഉള്ളിൽ അവർ ജപിച്ചു നടന്ന വാക്യം. പരസ്പരം കൂടിക്കാഴ്ചയിൽ സുഹൃത്തുക്കൾ അത് പങ്കുവെച്ച ആശയമാണ്. ഇത്രയേ ഉള്ളൂ അതിനർത്ഥം. ആദ്യം വോട്ട് ചെയ്യുക, അന്നം പിന്നെയാകാം. ബംഗാളിലെ തൃണമൂലിന്റെ കള്ള വോട്ടുകൾ തടയാനായി നിശബ്ദമായി RSS വോട്ടർമാർക്കിടയിൽ പ്രചരിച്ച സൂത്രവാക്യമാണിത്. അതിന്റെ ഫലമായി ബംഗാളിൽ ആദ്യ മണിക്കൂറിൽ തന്നെ ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തി. നിരന്തരം സംഘപരിവാർ പ്രസ്ഥാനത്തിലെ പ്രവർത്തകർ ആക്രമിക്കപ്പെടുന്ന ഒരു നാടാണ് ബംഗാൾ. അവിടെയാണ് ഒച്ചപ്പാടില്ലാതെ, ബഹളങ്ങൾ ഉണ്ടാക്കാതെ RSS പ്രവർത്തകർ ഇതെല്ലാം ചെയ്തത്. രാഷ്ട്രീയ പാർട്ടികളുടെ വിവാദ വിഷയങ്ങളോ പ്രസ്താവനകളോ ഇത്തരം സമ്പർക്കത്തിൽ വിഷയങ്ങളായി RSS സംസാരിക്കാറില്ല. പമ്പൻ റാലികൾ നടത്താറില്ല. അതിനുമപ്പുറം കടന്ന് ഹിന്ദു സ്വത്വബോധം ഉണർത്തിക്കുക എന്ന ദേശീയ ദൗത്യമാണ് അവർ നിർവഹിക്കുന്നത്. മഹാരാഷ്ട്രയിൽ, ബീഹാറിൽ, ഹരിയാനയിൽ എല്ലാം BJP തോൽക്കും എന്ന് പ്രവചിച്ചവർക്ക് അടിതെറ്റിയത് RSSന്റെ ഈ നിശബ്ദമായ പ്രവർത്തനം കൊണ്ടാണ്. ജയമുറപ്പിച്ചാൽ അതിൽ യാതൊരുവിധ രീതിയിലുള്ള പങ്കുപറ്റാനോ അവകാശവാദം ഉന്നയിക്കാനോ അവർ നിൽക്കാറില്ല. അതുകൊണ്ടാണ് BJP ജയം വോട്ട് ചോരിയെന്നും തെരഞ്ഞെടുപ്പ് അട്ടിമറിയെന്നും പുലമ്പുന്ന വിഡ്ഢികൾക്ക് അത് കാണാൻ കഴിയാതെ പോകുന്നത്. ആ ഒച്ചപ്പാടിനും ബഹളങ്ങൾക്കുമിടയിൽ കയ്യിലുള്ള ഡയറിയും 2 ജോഡി വസ്ത്രങ്ങളും എടുത്ത് അവർ പതിയെ നടന്നു നീങ്ങും അടുത്ത ലക്ഷ്യത്തിലേക്ക്. ബംഗാളിൽ നിന്നും നേരെ നിശബ്ദരായി ഇത്തവണ അവർ നടന്നു നീങ്ങുന്നത് പഞ്ചാബിലേക്കാണ്. ഹിന്ദുധർമ്മത്തിന്റെ പ്രതിരോധ പടച്ചട്ടയായി നിന്ന സിഖ് ധർമ്മത്തിന്റെ പഞ്ചാബിലേക്ക്.